ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു മധുരമായിക്കോട്ടെ. അപ്പം നമുക്ക് ഗോതമ്പരി വെച്ചിട്ടൊരു പായസം ഉണ്ടാക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാം ഒരു പായസം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗോതമ്പരി ഒരു ഗ്ലാസ്, അത് അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ഗ്ലാസ് നിറയെ എടുക്കാനുണ്ടായില്ല. അപ്പോൾ ഒരു ഗ്ലാസ് ഗോതമ്പരി കഴുകാനായിട്ട് ഞാൻ കുക്കറിൽ തന്നെ കഴുകാണ്. കുക്കറിലേക്ക് ഇടുന്നുണ്ട്. അതൊരു 3 പ്രാവശ്യം കഴുകാം. നമുക്ക് 3 പ്രാവശ്യം കഴുകി പാകത്തിന് വെള്ളം വെച്ച് അടുപ്പിൽ വയ്ക്കാം. പിന്നെ ഇതാ ഞാൻ അടുപ്പത്ത് വെച്ച് ഒരു 4 വിസിലടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. 4 വിസിലടുപ്പിച്ചിട്ട് എയർ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. അതൊരുപാട് അങ്ങോട്ട് വെന്തിട്ടില്ല. വല്ലാണ്ട് അങ്ങോട്ട് വെന്ത് കഴിഞ്ഞാൽ അത്രയ്ക്കും അങ്ങോട്ട് സുഖം ഉണ്ടാവില്ല. നമ്മൾ നെയ്പായസം പോലെയൊക്കെ ഇരിക്കും കേട്ടോ ഗോതമ്പരി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അത്രയ്ക്ക് വേവൊന്നുമില്ല. അപ്പം ഇനി വീണ്ടും അതിനെ കത്തിച്ച് അടുപ്പത്ത് വെച്ച് നമുക്ക് ഒരു 3 ശർക്കര ഇട്ട് കൊടുക്കാം. 3 എണ്ണം ചിലപ്പം അധികം കുറച്ച് അരിയല്ലേ ഉള്ളൂ. പക്ഷേ നല്ലോണം മധുരം ഇഷ്ടമുള്ള ഞങ്ങൾക്ക് നല്ല മധുരം വേണം. ഞങ്ങൾ അത്യാവശ്യം നല്ല മധുരം ഇട്ടിട്ട് കഴിക്കുക. അതിലെ ടേസ്റ്റ്. മധുരം കുറവ് മതി എന്നുള്ളവർക്ക് ഒരെണ്ണം മാറ്റിയിട്ട് 2 എണ്ണം ഇട്ടാലും മതി ഇട്ടാൽ. പിന്നെ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുക്കറിൽ വെക്കുമ്പോൾ കുറച്ച് വെള്ളം കമ്മിയാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇതാ ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് വരുന്നുണ്ട്. അതിനിത്തിരി കൂടെ ആവാനുള്ളൂ. പിന്നീട് ഇതാ നമുക്കതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് ശർക്കര ഒന്നും കൂടി അലിയാനുണ്ട്. അപ്പോൾ ആ നേരം നമുക്ക് ഒരു മുറി തേങ്ങ ചിരകിയെടുക്കാം. അപ്പോൾ നമുക്ക് തേങ്ങ നന്നായിട്ടൊന്ന് ചിരകിയെടുക്കാം. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. ഇനി ശർക്കര ഉരുക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ നന്നായി ഇത് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ അത് അരി പോലെ തന്നെ ഉണ്ട് കേട്ടോ. അരിപ്പായസം വെച്ച പോലെ തന്നെ ഉണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ഗോതമ്പരി വല്ലാണ്ട് വേവാത്തതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി അതിലേക്ക് നിങ്ങളടുത്ത് നെയ്യ് ഇഷ്ടമാണെങ്കിൽ മാത്രം, ഇഷ്ടമില്ലാത്തവർ അത് വേണ്ട, ഒഴിവാക്കാം. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് മിൽമയുടെ നെയ്യ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു നുള്ള്, ഒരുപാടൊന്നുമില്ല, ഒരു നുള്ള് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ പരീക്ഷിക്കുക. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് ചൂട് മാറാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പാലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.